ദീപാവലി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലാണ് സംസ്ഥാനം. തലസ്ഥാനത്തും ദീപാവലി വിപണി സജീവമാണ്. പടക്ക വിപണികളുടെ വിശേഷങ്ങളാണ് ഇനി. ഗോലി സോഡ, വാട്ടർമെലൺ, പോപ്കോൺ ഇതെല്ലാം ഭക്ഷണ സാധനങ്ങളുടെ പേരല്ല. ദീപാവലിക്ക് വിപണിയിലെത്തിയ പടക്കങ്ങളുടെ പേരാണ്. ദീപാവലി അടുത്തതോടെ എല്ലാ വിപണികളിലും വിൽപ്പന തകൃതിയാണ്. തദ്ദേശീയമായി പാലോട്, നന്ദിയോട്, കുടവനാട് എന്നിവിടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന പടക്കത്തിനൊപ്പം തമിഴ്നാട്ടിലെ തെങ്കാശി, ശിവകാശി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വൻതോതിലെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി പടക്ക വിൽപ്പനയിലേക്ക് ഇറങ്ങിയവർ തിരുവനന്തപുരം നന്ദിയോടുണ്ട്. അമ്മയുടെ മാവൻ ലൈസൻസ് ഉള്ള ഒരു വെടിക്കെട്ടുകാരനായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആ ചേഴക്കാരെ പഠിപ്പിച്ചു. അങ്ങനെ പിന്മുറയായിട്ട് ഈ ചേഴക്കാരന്മാർ പഠിച്ചു വന്ന് എൻ്റെ അമ്മാവൻ്റെ ഞാൻ പഠിച്ചു. അങ്ങനെയാണ് ഈ തൊഴിലിൻ്റെ ആരംഭം. പിന്നെ ഞാൻ ഒത്തിരി വെടിക്കെട്ട് പരിപാടികളിൽ പോയി. മറ്റ് എല്ലാ വെടിക്കെട്ട് സ്ഥലങ്ങളിൽ നിന്നും പലതും പഠിച്ചു. വെടിക്കെട്ട് പരമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഫീൽഡിലിറങ്ങി ഒത്തിരി വെടിക്കെട്ടുകൾ വെച്ചു. ഒത്തിരി സമ്മാനങ്ങൾ മേടിച്ചു. അപ്പോൾ 2000 മുതലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ 25 വർഷമായി ഞാൻ ഈ തൊഴിൽ നിർമ്മാണം നടത്തി വരികയാണ്. 10-25 ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും 2 കടയിൽ 2 സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്നു. ഇടമുറിയാതെ പെയ്യുന്ന മഴ കച്ചവടത്തിന് വില്ലനാകുന്നുണ്ട്. ഈ വർഷം ഒരു 5 മാസം പോലും ഞങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റില്ല. ഒരു വർഷത്തിൽ എല്ലാ ദിവസവും മഴയാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഇടിയും മഴയും വന്നാൽ ഷെഡ് അടച്ചിടാനേ നിർമ്മാകുള്ളൂ. തൊഴിലാളിക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രമേ പടക്കത്തിൻ്റെ പണി നടക്കുകയുള്ളൂ. അത് ചെയ്യുന്ന സാധനം അന്നതോടൊന്ന് ഉണങ്ങി പാക്ക് ചെയ്ത് മാറിയാൽ മാത്രമേ അത് കറക്റ്റാവും. കാർ, തണ്ണിമത്തൻ, സിലിണ്ടർ ബോംബ്, തെങ്ങിന്റെ ഉയരത്തിൽ പോയി പൊട്ടുന്ന മുത്തുപൂവ്, ഗദ, അങ്ങനെ വിപണി കളറാക്കാൻ പലതരം പടക്കങ്ങൾ എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.